ആദ്യമായി മാസം പൂർത്തിയായാൽ അല്ലെങ്കിൽ പിറ കണ്ടാലൊക്കെ പറയേണ്ട ഒരു പുണ്യമായ ദുആയുണ്ടല്ലോ, അത് നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത് തൗഫീഖി ലിമാ തുഹിബ്ബു വ തർളാ റബ്ബുനാ വ റബ്ബുകല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഒരു വട്ടം കൂടി പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത് തൗഫീഖി ലിമാ തുഹിബ്ബു വ തർളാ റബ്ബുനാ വ റബ്ബുകല്ലാഹ്. അല്ലാഹു തആല ഈ ഉള്ള മാസം നമ്മുടെ ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അനുകൂലമാക്കി തരുകയും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 വട്ടം ആവർത്തിച്ച് ഓതുകയും ബറാഅത്ത് രാവിൻ്റെ അന്ന് അത് 30 വട്ടമാക്കി, 15 വട്ടം എന്നുള്ളത് 30 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും സൂറത്ത് ദുഖാൻ പൂർണ്ണമായി ഓതി തീർത്തിട്ട് ദുആ ചെയ്താൽ എന്ത് കാര്യത്തിനാണോ അവൻ ദുആ ചെയ്യുന്നത് ആ കാര്യം അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കുമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടാനും ദുനിയാവിൻ്റെ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം കിട്ടാനും ഒക്കെ ഈ സൂറത്ത് ദുഖാൻ തന്നെ കാരണമാണ്. പ്രത്യേകിച്ച് അധികം സമയമൊന്നും വേണ്ടല്ലോ, വളരെ നിസ്സാരമായ സമയം മതി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഈ മജ്ലിസിന്റെ തുടക്കം തന്നെ സൂറത്ത് ദുഖാൻ ഒരു 2 പ്രാവശ്യം, നമ്മളൊരു 15 വട്ടം ഓതുന്നില്ല, 2 പ്രാവശ്യം നമുക്ക് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 13 വട്ടം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ ഓതി തീർക്കുക. അല്ലാഹു തആല ഈ സൂറത്ത് ദുഖാനിന് എന്തെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതിയാലോ? എല്ലാവരും ഒന്നിച്ച് ഓതിക്കും. ഇനി ഇത് നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവര് ഇത് ഓതുന്നത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം അല്ലാഹു തരും. അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. പരിശുദ്ധമായ സൂറത്ത് ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു പ്രാവശ്യം നമ്മൾ ഓതിയിട്ടുണ്ട്. ഇൻഷാ